ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വെന്യുവിന്റെ HX5+ വേരിയന്റ് ആണ്. 1.2 പെട്രോൾ എഞ്ചിനിലാണ് ഈ വേരിയന്റ് വരുന്നത്. 1.2 പെട്രോൾ എഞ്ചിൻ നോക്കുന്നവർക്കുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് ഈ HX5+ വേരിയന്റ് ആണെന്ന് പറയാം. ഈ HX5 വേരിയന്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ നൈറ്റ് എഡിഷനും ഹ്യുണ്ടായി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിൽ ചെറിയൊരു പ്രൈസ് അപ്ഡേറ്റ് ഈ ജൂൺ മാസം മുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് അപ്ഡേറ്റിന് ശേഷം എത്ര രൂപയ്ക്ക് ഇത് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ വെന്യൂല് 1.2 പെട്രോൾ എഞ്ചിനാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾക്ക് ടോപ്പ് എൻഡിന്റെ അതേ ലുക്കുള്ള ഒരു വാഹനം വേണമെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ആണ് ഈ HX5+. HX5നെ ബേസ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ആ ഒരു ടോപ്പ് എൻഡിന്റെ അതേ ലുക്കൊക്കെ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വേരിയന്റ് ആണ് ഈ HX5+. 1.2ന്റെ ടോപ്പ് എൻഡ് വേരിയന്റ് HS6 വേരിയന്റ് ആണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ മാറ്റങ്ങളാണ് ഈ HX5+ വേരിയന്റിൽ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഹ്യുണ്ടായി വെന്യൂലെ ഈ പ്രീമിയം കീ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും ഈ HX5+ വേരിയന്റ് ആണ്. നമുക്ക് 1.2ൽ ഈ കീ ലഭിക്കുന്ന വേരിയന്റ് ഇതും HS6 മാത്രമേ ഉള്ളൂ. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ്റെ കൂടി ആ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ. റീസെന്റ് ചെറിയൊരു പ്രൈസ് അപ്ഡേറ്റ് വെന്യൂവിന് വന്നിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരു 1000 രൂപ തൊട്ട് 5000 രൂപ വരെയുള്ള പ്രൈസ് ഡിഫറൻസ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളൂ. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ടോപ്പ് എൻഡിന്റെ അതേ ലുക്ക് തരുന്ന ഒരു വെന്യൂ ആണ് നിങ്ങൾ നോക്കുന്നത്. ഒരു മിഡ് വേരിയന്റ് 1.2 ആണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ബെസ്റ്റ് വേരിയന്റ് ആണിത്. ഇത് ബ്ലാക്ക് കളറാണ്. വെന്യൂല് കൂടുതൽ ഇറങ്ങുന്നതും ആ ബ്ലാക്ക് കളർ തന്നെയാണ്. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ആണ് ആ കളറിന്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഒരു ഗ്രില്ല് കാര്യങ്ങൾ ആ ഒരു ഗൺ മെറ്റൽ ഗ്ലോസി ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ DRL ഒന്നും കണക്റ്റഡ് ടെയിൽ DRL ഒന്നും വരുന്നില്ല. ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിഗ്നേച്ചർ DRL കൊടുത്തിരിക്കുന്നു. അതിന് ടോപ്പിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഹാലജനായിട്ട് തന്നെയാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ 4 സ്ലോട്ട് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റ് കാണാനായിട്ട് പറ്റും. വേറെ ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് എല്ലാ വേരിയന്റിലും സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. 190 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. വേറെ 360 ക്യാമറ അങ്ങനെ സംഭവങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.2 പെട്രോൾ എഞ്ചിനിലെല്ലാം നമുക്ക് 15 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ 1 ലിറ്റർ ടർബോയിലും ഡീസലിലും നമുക്ക് 16 ഇഞ്ച് വീൽസ് ആണ് അത് ബേസ് വേരിയന്റോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ഒന്നും വരുന്നില്ല. നമുക്ക് ഒരു നോർമൽ വീൽ കപ്പ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 195/65 R15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഒരു ഗൺ മെറ്റൽ ഫിനിഷിലുള്ള ഗ്ലോസി ഫിനിഷിലുള്ള ഒരു വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ നമുക്ക് ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റുവറും വരെ പോകുന്നത് കാണാം. ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ടാണ് അത് എടുത്ത് കാണിക്കാത്തത്. അതുപോലെ തന്നെ പുതിയ നൈറ്റ് എഡിഷന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നൈറ്റ് എഡിഷൻ വേരിയന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ HX5 വേരിയന്റ് മുതലാണ്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് മിറേഴ്സിലേക്ക് ആയിട്ടുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കും. നല്ല വലിപ്പമുള്ള റിയർ വ്യൂ മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റിക്വസ്റ്റ് സെൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയന്റും ഈ HX5 അല്ലെങ്കിൽ HX5+ ആണ്. പ്ലെയിൻ ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ വിൻഡോ ക്രോമ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അത് അടുത്ത വേരിയന്റുകളിൽ തൊട്ട് നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ഷോറൂമിൽ തന്നെ ആക്സസ് ആയിട്ട് ചെയ്യാം. നമുക്ക് ഒരു റൂഫ് റൈഡ്സ് കൊടുത്തിരിക്കുന്നു. സൺ റൂഫും ഈ വേരിയന്റിൽ വരുന്നുണ്ട്. HX5 വേരിയന്റ് തൊട്ടാണ് നമുക്ക് സൺ റൂഫ് വരുന്നത്. ബാക്കിൽ ഷാർപ്പൻ ആന്റിന കൊടുത്തിരിക്കുന്നു. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇതിപ്പോൾ റൂഫ് റെയിലും ബാക്കിലെ ഈ ഒരു പോർഷനും കൂടി ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റാനായിട്ട് പറ്റും. നമ്മളുടെ B പില്ലറും C പില്ലറും എല്ലാം ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന്റെ അതേ ലുക്കാണ്. പുതിയ ബാക്കിൽ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് HX5+ ആണ്. HX5ൽ ബാക്ക് വൈപ്പർ ഉൾപ്പെടുത്തിയിട്ടില്ല. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിന് നടുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. എൻഡ് പോർഷൻസ് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഡിഫോഗർ വൈപ്പറൊക്കെയുള്ള ഗ്ലാസുകൾ കൊടുത്തിരിക്കുന്നു. വെന്യൂ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് HX8 ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു വേരിയന്റിലും കൊടുത്തിട്ടില്ല. ടെയിൽ ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഈ പോർഷൻ നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാം. ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ ബാക്കിൽ നമുക്ക് ഒരു സിൽവർ ഫിനിഷ് സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. നമുക്ക് റിവേഴ്സ് ക്യാമറ HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് HX5+ വേരിയന്റിൽ 60/40 സ്പ്ലിറ്റ് സീറ്റ് ഒന്നും വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പാഴ്സൽ ട്രേ കൊടുത്തിട്ടില്ല. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ഈ ബേസ് വീലിന് 195/65 സെയിം സൈസ് ആയിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്.
ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 375 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പാഴ്സൽ ട്രേ ഒക്കെ നമുക്ക് ഷോറൂമിൽ നിന്നോ പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. ഇനിയും അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ റിക്വസ്റ്റ് സെൻസർ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് EHX5+ ആണ്. ഇന്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു സിംഗിൾ ടോൺ, ആ ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറിൽ ഉള്ള കാണാം. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിലാണ്. നമുക്ക് സ്പീക്കർ ഗ്രില്ല്, ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫാബ്രിക് സീറ്റുകൾ അതൊരു ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഓഫ് വൈറ്റ്, ആ ഒരു ഗ്രേ ഫിനിഷ് കാണാം. മാനുവൽ വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പുഷ് ബട്ടൺ സാറിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസ് എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. വെന്യൂ HX5+ വേരിയന്റിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം. ഇപ്പോൾ ഇന്റീരിയർ ലേഔട്ട് കാര്യങ്ങളും ഈ സ്ക്രീനും എല്ലാം നമുക്ക് ബേസ് വേരിയന്റോട്ട് സിമിലർ ആയിട്ടാണ് ലഭിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം. 4 സ്പോക്കായിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇടതുവശത്തായിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണും വലതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് സ്പീഡോമീറ്ററും RPM മീറ്ററും എല്ലാം അനലോഗ് ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അറിയാനായിട്ട് പറ്റും. TPMS, പിന്നെ കറണ്ട്, ടെമ്പറേച്ചർ, പിന്നെ ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ ഒരു ഡയൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഒരു ബ്ലൂ ആൻഡ് ഒരു എന്താ പറയുക ലൈറ്റ് ഗോൾഡൻ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റോടെ നമുക്കൊരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആണ്. ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ട്. ഇത് പൊളിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ക്രീനാണ്. ആൻഡ്രോയിഡോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാബ്ലറ്റ് പോലെ യൂസ് ചെയ്യാം. നല്ല മ്യൂസിക് ക്ലാരിറ്റിയാണ് ലഭിക്കുന്നത്. പിന്നെ വയർലെസ് ആൻഡ്രോയിഡോട്ടൊക്കെ ഉള്ളത് കൊണ്ട് നല്ല രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഹ്യുണ്ടായുടെ ഒരുവിധം പുതിയ വരുന്ന എല്ലാ വാഹനങ്ങളിലും ഈ ഒരു സ്ക്രീനാണ് ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. നല്ല ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു HD റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ സെൻസേഴ്സ് വശങ്ങളിൽ കൊടുത്തിരിക്കുന്നു. പാർക്കിംഗ് സെൻസേഴ്സും നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും കാണാം. അതുപോലെ തന്നെ അതിനകത്ത് ഫുൾ സ്ക്രീനിൽ കാണാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ താഴത്തെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കാണാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ AC കൺട്രോൾസ് ആണ്. HX6 വേരിയൻറ്റിലാണ് 1.2 ഓട്ടോ AC കിട്ടുന്നുള്ളൂ. ഇതിൽ മാനുവൽ AC കൺട്രോൾസ് ആണ്. ഈ മീഡിയ സ്ക്രീനിൻ്റെ ഫിസിക്കൽ ബട്ടണുകൾ കാണാനായിട്ട് പറ്റും. AC വെൻസ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ആ ഒരു സിൽവർ ടച്ച് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വയർലെസ് ചാർജിങ് പാഡ് ഇതിനകത്ത് വരുന്നില്ല. ജസ്റ്റ് ഒരു റബ്ബർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് എല്ലാം Type C ചാർജിങ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ചാർജിങ് പോർട്ട് അല്ലെങ്കിൽ മീഡിയ സ്ക്രീനായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മൾ ആദ്യം കാണിച്ച കീ. സെൻറ്റർ ആംറസ്റ്റ് കാണാം. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോറുള്ള സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡ് സൺവൈസസ്, മിറർ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IR കൊടുത്തിരിക്കുന്നു. അത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡറും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിംഗിൾ ഡിൻ സൺറൂഫാണ്. അതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഒരു സെൻറ്റർ പാസഞ്ചേഴ്സിനുള്ള റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൺറൂഫ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂടുതൽ ലൈറ്റ് ഫീച്ചറൊന്നും ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് മൊബൈലൊക്കെ വയ്ക്കാൻ പോലത്തെ ഒരു സ്പേസ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് മൊബൈൽ താഴെ പോയാത്ത രീതിയിലൊരു എഡ്ജ് കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. ആ ഒരു ഡിസൈനിൻ്റെ ഭാഗമാണ് എല്ലാ വേരിയൻറ്റിലും കാണാം. അപ്പോൾ 1.2 പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും തരുന്ന ഒരു വേരിയൻറ്റ് നോക്കുന്നവർക്ക് EHX5+ കൺസിഡർ ചെയ്യാം. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ബാക്കിലേക്ക് നമുക്കൊരു സൺ ബ്ലൈൻഡ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല. പവർ ഇൻവെർട്ടർ കൺട്രോൾ കാണാം. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ചാർജിങ് പോർട്ടുകൾ കാണാം. Type C ആയിട്ട് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം വരുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാം. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ അടുത്ത് ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട്
കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പാഴ്സൽ ട്രേ വരുന്നില്ല, ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു, അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. വെന്യുവിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ സേഫസ്റ്റ് കാർ, ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ADAS ലെവൽ 2ൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വെന്യു ശരിക്കും 3 എഞ്ചിൻ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഇത് 1.2 പെട്രോൾ എഞ്ചിനാണ്. 82 HP പവറും 114 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രം. പിന്നെ വരുന്നത് നമ്മുടെ 1 ലിറ്റർ ടർബോ GDI പെട്രോൾ എഞ്ചിനാണ്. 3 സിലിണ്ടറാണ്. 120 PS പവറും 172 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വെന്യുവിൽ ഓടിക്കാൻ ഏറ്റവും രസമുള്ളൊരു എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതിന് DCTക്ക് മൈലേജ് 20 പറയുന്നുണ്ട്. പെട്രോളിനാണെങ്കിൽ 19, മാനുവലിനാണെങ്കിൽ 19ഒക്കെയാണ് പറയുന്നുള്ളൂ. ഡീസൻ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒരു 14-നും 16-നും ഇടയ്ക്കൊക്കെ ആ ഒരു എഞ്ചിൻ മൈലേജ് തരും. പിന്നെ ട്രയൽ ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ഡീസലാണ്. നമ്മുടെ ക്രെട്ടയിലും ആൾക്കസാറിൽ കൊടുത്തിരിക്കുന്ന സെയിം എഞ്ചിൻ. ട്യൂണിങ്ങിൽ ഒരു മാറ്റമില്ലാണ്ടാണ് ഈ ചെറിയ വാഹനത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓടിക്കാൻ നല്ല രസമാണ്. 250 Nm ടോർക്കാണ്. 116 HP പവറും 115 HP പവറും 250 Nm ടോർക്കും, വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. മൈലേജിലേക്ക് വരുമ്പോൾ മാനുവലിന് 20 km/ലിറ്ററും ഓട്ടോമാറ്റിക്കിന് 18 ക്ലെയിം ചെയ്യുന്നത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കിനും ആവറേജ് ഒരു 16-നും 18-നും ഇടയ്ക്കൊക്കെ തന്നെ മൈലേജ് വെന്യുവിൽ കിട്ടുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുള്ളായി, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. റീസെൻ്റ്ലി വെന്യുവിന് പ്രൈസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്രൈസ് അപ്ഡേറ്റ് വന്ന സമയത്ത് ചെറിയൊരു പ്രൈസിൻ്റെ കൂടുതലേ വന്നിട്ടുള്ളൂ. ചില വേരിയൻറ്റുകൾക്ക്, ബേസ് വേരിയൻറ്റുകൾക്കൊന്നും പ്രൈസ് കൂടിയിട്ടില്ല. HX5 വേരിയൻ്റൊക്കെയാണ് തൊട്ടാണ് 1000 രൂപയുടെയൊക്കെ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ് ടു ഒരു 5000 വരെയൊക്കെ പ്രൈസ് ഡിഫറൻസാണ് എക്സ് ഷോറൂം പ്രൈസിൽ വന്നിട്ടുള്ളൂ. ബേസ് വേരിയൻറ്റ് HX2 1.2 പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനത്തിന് 7.99 ആണ് എക്സ് ഷോറൂം പ്രൈസ്. അതായത് 8 ലക്ഷം. ഓണിലേക്ക് വരുമ്പോൾ, ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,40,40,000 രൂപ. ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ടർബോ മാനുവൽ അവൈലബിൾ ആണ്. 890 ആണ് എക്സ് ഷോറൂം. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 1040. അതായത് 1.2ഉം ടർബോയും തമ്മിൽ 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ്. ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,61,000 രൂപയാണ്. എക്സ് ഷോറൂം പ്രൈസ് 994. അതായത് പെട്രോൾ മാനുവലും ഡീസൽ മാനുവലും ബേസ് വേരിയൻറ്റ് തമ്മിൽ 1.20 ഡിഫറൻസ് ഉണ്ട്. അത്രയും ഓട്ടോ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് അത്രയും ഓടി മുതലാക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഡീസൽ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ പെട്രോൾ ആയാലും മതിയാവും. അടുത്ത വേരിയൻറ്റ് വരുന്നത് HX4 ആണ്. 1.2ൽ മാത്രമേ ഉള്ളൂ. 10,55,000 രൂപയാണ് അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അടുത്ത വേരിയൻറ്റ് വരുന്നത് HX5 ആണ്. വെന്യുവിലെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻറ്റ് HX5 ആണ്. അപ്പോൾ വെന്യു വേണം, ഓട്ടോമാറ്റിക് വേണമെങ്കിൽ മിനിമം HX5 എങ്കിലും എടുക്കേണ്ടി വരും. HX5 1.2 11,20,000 രൂപ ഓൺ റോഡ് പ്രൈസാണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് HX5 പ്ലസ് ആണ്. 11,70. HX5നേക്കാളും 50,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം കിട്ടും. ഇതിൽ അഡീഷണലി വരുന്നത് ബാക്ക് വൈപ്പർ, ഫ്രണ്ടിലെ ലുക്ക്, ടോപ്പ് എൻഡിൻ്റെ ലുക്ക്, അതാണ് ഡിഫറൻസ്. ബെസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ടർബോയിലേക്ക് പോവുകയാണെങ്കിൽ HX5 ടർബോ മാനുവൽ 11.5 ലക്ഷം രൂപ. അപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ടർബോ മാനുവൽ എടുക്കുന്നതാണ്. കാര്യം കുറച്ചും കൂടി പവർഫുൾ ആയിട്ടൊരു എഞ്ചിൻ കിട്ടും, ഓടിക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ HX5 വേരിയൻറ്റിൽ നമുക്ക് നൈറ്റ് എഡിഷൻ അവൈലബിൾ ആണ്. 20,000 രൂപ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ളൊരു വാഹനം കിട്ടും. 1140 അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 1.2ൻ്റെ പ്രൈസാണ്. ഇനി ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾ 13 ലക്ഷം രൂപയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്. HX5 DCT ഓട്ടോമാറ്റിക് 13 ലക്ഷം രൂപ. ഇനി HX5 ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ 13,15,000 രൂപ. ഡീസൽ ഓട്ടോമാറ്റിക്കിന് 14,25,000 രൂപ. ഇനി അടുത്ത വേരിയൻറ്റ് വരുന്നത് HX6 ആണ്. HX6ൽ HX6 ടെക് എന്ന് പറഞ്ഞ് 1.2ലെ ടോപ്പ് എൻഡ് അവൈലബിൾ ആണ്. അതിൽ ഓട്ടോ AC പോലെയുള്ള ഫീച്ചേഴ്സ് അഡീഷണലി വരും. 13 ലക്ഷം രൂപയാണ് അതിന് പ്രൈസ് വരുന്നത്. അതിനെനിക്ക് ഓട്ടോ AC, ക്രൂസ് കൺട്രോൾ പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ അഡീഷണലി വരുന്നുണ്ട്. 13 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി HX6ലാണ് നമുക്ക് ടർബോയിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കുള്ള ഒരു ഓട്ടോമാറ്റിക്കിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റ്, പെട്രോൾ ഓട്ടോമാറ്റിക്കിലെ വാല്യൂ ഫോർ മണി വേരിയൻറ്റ് HX6 DCT ആണ്. ആ വാഹനത്തിന് 14.5 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ടോപ്പിൻ്റെ അതേ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ഫീച്ചേഴ്സും അതിനകത്ത് ലഭിക്കും. പിന്നെ വരുന്നൊരു വേരിയൻറ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കാറുള്ളൊരു വാഹനമാണ് N6 വേരിയൻറ്റ്. N6 മാനുവൽ 1270,
N6 DCT 1380 കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എങ്കിൽ ഈ HX5-നേക്കാളും HX6-നേക്കാളും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് N6 വേരിയൻ്റാണ്. ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്, നല്ല രസമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐ ബട്ടണിൽ ഉൾപ്പെടുത്താം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് വെന്യൂവിൻ്റെ പ്രൈസ് അപ്ഡേറ്റ്. HX8-ലേക്കൊന്നും പോവാറില്ല, കാര്യം വണ്ടി അധികം ആളുകൾ ചൂസ് ചെയ്യുന്ന ഇത്തരം വേരിയൻറ്റുകളാണ്. HX6-ൻ്റെ ചെറിയൊരു പ്രൈസ് ഡിഫറൻസേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹ്യുണ്ടായി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം, 3000 നമ്പറാണ്, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഹ്യുണ്ടായി വെന്യൂ എന്നല്ല, ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാലും എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ i10-ഉം i20 ആൻഡ് എക്സ്റ്റർ ഈ 3 വാഹനങ്ങൾക്കും 100% ഓൺ റോഡ് ഫണ്ടിങ്ങും 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. വെന്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 7 കൊല്ലത്തെ EMI ഓപ്ഷൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്, പക്ഷേ 90% ഓൺ റോഡ് ഫണ്ടിങ് ആണ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.